ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാർ കിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായി 1/2 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ എടുത്ത് മുറിച്ചത് അതിൽ 1/2 കഷ്ണം പിഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലവർ ആണ്. 2.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുത്താലേ ചിക്കനിൽ ഇവ നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 20 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കണം. ഒരു ട്രിപ്പ് കഴിഞ്ഞ് അവസാനത്തെ ചിക്കനും വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് 5 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വയ്ക്കണം. ഇത് ഏറ്റവും അവസാനം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിനായി പാൻ വെച്ച് മുളകും കറിവേപ്പിലയും ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 200 ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വഴന്നു വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കണം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ച മണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ഈ സമയത്ത് നോക്കി നിങ്ങളുടെ പാകത്തിന് ചേർക്കാവുന്നതാണ്. ഇനി 2.5 ടീസ്പൂൺ മുളക് ചതച്ചത്, 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടത്തിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് മുളക് ചതച്ചത്. ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം വറുത്തു വെച്ച ചിക്കനും ചൂടാക്കി മാറ്റിവെച്ച മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അവസാനം കുറച്ചുകൂടി ചതച്ച മുളക് ചേർത്ത് ഇളക്കി ചേർത്താൽ ചിക്കൻ കൊണ്ടാട്ടം റെഡി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു ഓൾ.